സൂപ്പർനോവ AI നടത്തുന്ന വൻ തട്ടിപ്പിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾ ചിന്തിക്കും, തട്ടിപ്പോ? പിന്നെ ഞാൻ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണെന്ന്. നിങ്ങൾ നോക്കൂ, സൂപ്പർനോവ എന്ന് പറഞ്ഞ് അവർ എൻ്റെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് എത്ര പണമാണ് എടുക്കാൻ ശ്രമിച്ചതും എത്ര പണമാണ് അവരെടുത്തതും നിങ്ങൾക്ക് കാണാം. കണ്ടോ? വെറും 9 റുപ്യൊന്നുമല്ല. ആദ്യം അവർ പറയും 9 റുപ്യ എന്ന് ഒരാഴ്ച പഠിപ്പിക്കാമെന്ന്. അങ്ങനെ നമ്മൾ 9 റുപ്യ കൊടുക്കും അല്ലേ? അത് നിങ്ങളും കൊടുക്കുന്നുണ്ടാവും. വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ടാവും അല്ലേ? അതൊന്നും കുഴപ്പമില്ല, അവർ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരാഴ്ചത്തേക്ക് അച്ഛൻ ആ ആപ്പ് കയറ്റി. പിന്നെ ഉപയോഗിക്കാണ്ട് വന്നപ്പോൾ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു. ഈ വീഡിയോ സൂപ്പർനോവ AIനെ മോശമാക്കാൻ വേണ്ടി ഉള്ള ഒരു വീഡിയോ അല്ല. അവരെടുക്കുന്ന ക്ലാസ്സും അവരെടുക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആ ആപ്പ് കയറ്റി കഴിഞ്ഞാൽ ഷുവറായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇങ്ങനെ ഒരു മോശം കാര്യം കൂടി അതിലുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് ഇത്. ഓക്കെ, ഇപ്പം നിലവിൽ എൻ്റെ അച്ഛൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു ആപ്പേ ഇല്ല. ഒരാഴ്ച അങ്ങാറ്റ് അച്ഛൻ്റെ ആപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പൊന്നല്ല, കുറേ മാസങ്ങൾക്ക് മുമ്പ് അച്ഛനത് കളഞ്ഞത് തന്നെ. ഇത് ഈ ആപ്പ് കളഞ്ഞിട്ട് എന്ന കാര്യം? അവർ ബാങ്കിൽ കൂടി ഇടപാട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു, നമ്മളറിയുന്നില്ല. 999 രൂപ വെച്ച് അത് ഡിലീറ്റ് അടിച്ച ദിവസം മുതൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ആപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ പണം പോയിക്കൊണ്ടിരിക്കുന്നവർ ഒരുപാടുണ്ട്. ഓക്കെ, അവർക്ക് പറയാനുള്ള മടി കാരണമാണ്. അപ്പോൾ നിങ്ങളും അതിൽ നിന്ന് ഒരാളാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി സൂപ്പർനോവ എന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ റിവ്യൂ നോക്കാം. ഓക്കെ, 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത റിവ്യൂസ് ഒന്ന് വായിച്ച് നോക്ക്. 299 രൂപ വെച്ച് 6 കൊല്ലം വരെ നഷ്ടമായ ആൾക്കാരുണ്ട്. നമുക്ക് 999 റുപ്യ വെച്ചാണ് പോയത്. നമുക്കൊരു കൊല്ലം ആയിട്ടില്ലെങ്കിലും 3 തവണയാണ് അവർ നമ്മളെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത്. ഈ ഒരു വൻ തട്ടിപ്പ് എത്ര ആൾക്കാരെ ഫോണിൽ നിന്നാണ് നടത്തുന്നതെന്ന് ചിന്തിക്കുക. അവർക്ക് എത്ര കോടി ലാഭമാണ് ഈ തട്ടിപ്പ് നടത്തി ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്ന്. ആദ്യം തന്നെ ഗൂഗിൾ പേയിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങളെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇല്ലാത്തവർ സേഫാണ് കേട്ടോ. ഇല്ലാത്തവർ പേടിക്കുന്നുണ്ട്. എൻ്റെ അമ്മേൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഓട്ടോ പേ ഇല്ല. അപ്പോൾ അമ്മേൻ്റെ ഫോണിൽ അങ്ങനെ പണം പോയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഓട്ടോ പേ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സൂപ്പർനോവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടോ പേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ക്യാൻസൽ ഓട്ടോ പേ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്ത ബാങ്കിൽ പോയി അത് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, നമ്മൾ ബാങ്കിൽ പോയി ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. സൂപ്പർനോവനെ മാത്രമല്ല പേടിക്കേണ്ടത്. ഞാനൊരു കഥ കൂടി പറഞ്ഞുതരാം. ഈ ഒരു സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വിളിച്ചപ്പോഴാണ് നമ്മൾ ഈ നടന്ന സംഭവമൊക്കെ അമ്മേനോട് പറഞ്ഞു കൊടുക്കുന്നത്. അത് നടന്ന ദിവസം തന്നെ പറഞ്ഞില്ല, വെറുതെ എന്തിനാ വഴക്ക് കിട്ടുമെന്നൊക്കെ പേടിച്ച് നമ്മൾ പറയാൻ നിന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു. ഇനി അത് അമ്മേൻ്റെ ഫോണിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലോ അറിയത്തില്ലല്ലോ. അപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അമ്മേ, അമ്മേൻ്റെ ഫോണിൽ അങ്ങനെ ഉണ്ടോ? അപ്പം അമ്മ പാനിക്കായി. അപ്പോൾ അമ്മ നോക്കുമ്പോൾ അമ്മേൻ്റെ ഫോണിൽ പോകുന്നുണ്ട്. അത് സൂപ്പർനോവയല്ല, മറ്റേ ആപ്പിൽ നിന്നും പണം അവർ തട്ടിപ്പ് നടത്തി എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ സൂപ്പർനോവേൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഇത്രയും വലിയൊരു പണം, ഇത്ര വലിയൊരു തുക സൂപ്പർനോവയിൽ നിന്നാണ് പോയത്. അമ്മേൻ്റെ ഫോണിൽ ചെറിയ 120 റുപ്യ വെച്ച് കൊല്ലങ്ങളാണ് അവരെടുത്തത്. ഈ ഒരു തുക പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 999 റുപ്യയല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലായതെന്ന് വെച്ചാൽ അച്ഛൻ ഈ ഗൂഗിൾ പേയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ 999 റുപ്യ പോകുന്നത് ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു പണം പോകുന്നുണ്ട് എന്ന് അറിഞ്ഞത്. ഇപ്പം വലിയ പണമിടപാടൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കില്ല, കാരണം ചെറിയ പൈസയല്ലേ. അപ്പം പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം വലിയ പൈസയൊന്നും ഇല്ലാത്തവർ, ഇപ്പം ആകെ ഈ 1000 റുപ്യൊക്കെ വെച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോയാലല്ലേ ശ്രദ്ധിക്കൂ. ഇപ്പം അങ്ങനെയുള്ളവർ കുറവല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ തട്ടിപ്പ് നടത്തുന്നത് ആരും അറിയാത്തത് തന്നെ. എനിക്ക് തോന്നുന്നു ഈ 999 റുപ്യ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ പണം എടുക്കുകയുള്ളൂ. ഇപ്പം 150 റുപ്യ മാത്രമാണെങ്കിൽ അവരെടുക്കില്ല. എപ്പോഴാണോ 999 റുപ്യ ആവുന്നത് അപ്പോഴാണ് അവർ ഈ പണം എടുക്കുന്നത്. ഇപ്പം നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ഇടയ്ക്കങ്ങനെയാണ് അച്ഛൻ ആ അക്കൗണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്.
അപ്പം മുതലാണ് അവർ പണം എടുക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും അക്കൗണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൽ പണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കാം. ഓക്കെ, ഇത് സൂപ്പർനോവ മാത്രമല്ല ഈ തട്ടിപ്പ് നടത്തുന്നത്, മറ്റ് ചില ആപ്പുകളും തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന ഒരു വിവരം കൂടി ഞാൻ അറിയിക്കാം. എൻ്റെ അമ്മേൻ്റെ ഫോണിൽ നിന്ന് സൂപ്പർനോവയല്ല പണം തട്ടിയെടുത്തത്, മറ്റ് ചില ആപ്പിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പണം തട്ടിയെടുത്തത്. നിങ്ങൾക്കും ഇതിൽ കമൻ്റ് ഇടാം ഏത് ആപ്പാണ് നിങ്ങളുടെ ഫോണിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സൂപ്പർനോവ കയറ്റി ഇംഗ്ലീഷ് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി.